ഫയലിൽ പോയി ന്യൂ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് ഇഞ്ചസിലേക്ക് മാറ്റിയിട്ട് വിഡ്ത്ത് 8 കൊടുക്കണു, ഹൈറ്റ് 8 കൊടുക്കണു, റെസൊല്യൂഷൻ 300 കൊടുക്കണു, കളർ മോഡ് RGB കൊടുക്കുന്നു. പ്രിൻ്റ് അടിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് RGB കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 8:8 എന്നുള്ള ഒരു സ്ക്രീൻ വന്നു. നമുക്കിതിൽ 8:8 മെഷർമെൻറ്റ് 8:8 ആണെന്ന് ഇപ്പോൾ അടിച്ചപ്പോൾ മനസ്സിലായി. പുറത്തുനിന്ന് ഒരാൾ വരികയാണ്, ഇതെങ്ങനെ നീ തെളിവ് കാണിക്കാൻ പറ്റും, പറഞ്ഞാൽ സ്കെയിൽ വെച്ച് അളക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കിതിന് ഡിജിറ്റലായി തന്നെ കാണിച്ചു കൊടുക്കണം. ഇമേജ് എന്നുള്ള മെനുവിൽ പോയിട്ട് ഇമേജ് സൈസ്, അതിൻ്റെ ഷോർട്ട് കട്ട് അതിലുണ്ട്, ആൾട്ട് കൺട്രോൾ ആയി, അല്ലെങ്കിൽ ഇമേജ് സൈസിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ട ഇമേജ് സൈസ് ഇതാ, മുകളിൽ ആ പിക്സലിൻ്റെ കണക്കും താഴെ വന്നിട്ട് 8. കണ്ട പിക്സലിൻ്റെ കണക്കിൽ ശ്രദ്ധിച്ച് കണ്ട 2400 2400. എന്താണെന്ന് മനസ്സിലായത്? 2400 എന്ന് വരാൻ കാരണം 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 300 റെസൊല്യൂഷൻ, അതായത് 1 ഇഞ്ചിന് 300 റെസൊല്യൂഷൻ. ഇപ്പോൾ ഇതിൽ 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 8 × 300 പറയുമ്പോൾ മൊത്തം ആ ഡോക്യുമെൻ്റ് ഹൈറ്റ് തന്നെ 2400. 8 × 300 എത്രയാണ്? 2400 അല്ലേ? 3 എത്രയാണ്? 8 × 3 എത്ര? 3 24. അതിനിപ്പം അപ്പം 300 × 8 പറയുമ്പോൾ 2400. അപ്പോൾ ഇത്രയും പിക്സലുകൾ ചേർന്നതാണ് ആ ഡോക്യുമെൻറ്റ് പിക്സലായിട്ട് കാണിക്കുകയാണ് ഇവിടെ. ഇവിടെ മെഷർമെൻറ്റിൽ 8 × 8 ഇഞ്ചസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നോക്കി ഇതിനിപ്പോൾ 8 മാറ്റി അവിടെ 1 ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. കണ്ടോ, 1 × 1 കൊടുത്തപ്പോൾ എത്ര മുകളിൽ 2400 മാറിയിട്ട് 300 × 300 മാറി. അതുകൊണ്ട് ഞാൻ പഴയ പോലെ 8 × 8 തന്നെ കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. വീണ്ടും ഒരു ഡോക്യുമെൻ്റ് എടുക്കണം. ഫയലിൽ പോയിട്ട് ന്യൂ എടുക്കുന്നു. ഇപ്പോൾ വേണ്ട, വീണ്ടും ഡോക്യുമെൻ്റ് എടുത്തപ്പോൾ ഇവിടെ ഫയൽ നെയിം കണ്ടില്ലേ, അൺടൈറ്റിൽ 2 ആയി. ഫസ്റ്റ് എടുത്ത് അൺടൈറ്റിൽ 1, ഇപ്പോൾ അൺടൈറ്റിൽ 2. ഞാൻ വീണ്ടും ഇതിനെ ഇഞ്ചസിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇത്തവണ 8 × 8 പകരം 1 × 1 വിട്ടും ഹൈറ്റും 1 കൊടുക്കുന്നു. ബാക്കിയൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഓക്കെ കൊടുത്തു. ഇപ്പോൾ എന്തായി? 2 ഡോക്യുമെൻ്റ് വന്നു. നമുക്ക് 2 ഡോക്യുമെൻറ്റും ഒരുമിച്ച് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? F എന്നുള്ള കീ പ്രസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് മോഡിൽ വന്ന ശേഷം നീക്കി നോക്കുക. വേണ്ടേ? ഇത് വലിപ്പത്തിൽ നോക്കണ്ട, നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും ഇമേജിൽ പോയിട്ട് ഒന്നുകൊന്നാണെന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നുകൊന്നാണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ഇനി ഈ ഒന്നുകൊന്നിനെ കളറ് ബ്ലാക്ക് കളറാക്കണം. ഇത് വൈറ്റ് കളർ തന്നെ നിന്നോട്ടെ. ഈ ബ്ലാക്ക് കളർ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഭാഗത്തിലെ ഫോർഗ്രൗണ്ട് കളറ് ബ്ലാക്ക് ആയിരിക്കണം. ഓക്കെ, ഈ കളറ് ഇതിൽ അപ്ലൈ ചെയ്യാൻ ഡോക്യുമെൻറ്റിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ആൾട്ട് ബാക്ക് സ്പേസ്. ഓക്കെ, അതെ, നേരെ മറിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ, ഇത് ഫോർഗ്രൗണ്ട് കളർ കൊടുക്കാനുള്ള ഷോർട്ട് കട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് കളറാണ് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കാണുന്നില്ലേ, ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ ഏതാണ്? വൈറ്റ് ആണ്. അതാണ് കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോള് ബാക്ക് സ്പേസ്. അപ്പോൾ വേണ്ട, വൈറ്റ് വന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ കളർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തു, അപ്പോൾ കളർ പിക്കർ എന്നൊരു ബോക്സ് വിൻഡോ വന്നു. കണ്ട, ഞാനിതിനെ റെഡ് കളറിലേക്ക് നീക്കി. ഇവിടെ ഇങ്ങനെയാണ് ആ സർക്കിൾ കാണുന്നില്ല, ആ സർക്കിൾ നീക്കുന്നതിലാണ് കളർ കാണുക. മുന്നേ ഉള്ള കളർ അപ്പോൾ വൈറ്റ് കാണുന്നുണ്ട്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത കളറ് ഇവിടെ റെഡ് കാണുന്നുണ്ട്. താഴെ കണ്ട വൈറ്റ് കറണ്ട് കളർ ന്യൂ എന്ന് കാണുന്നില്ലേ, അതാണ് റെഡ്. ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന വൈറ്റ് റെഡായി മാറുന്നു. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തായി? ആ വൈറ്റ് റെഡായി. ഇനി ഞാൻ കൺട്രോൾ ബാക്ക് സ്പേസ് കൊടുത്താൽ വരുന്ന കളർ ഏതായിരിക്കും? കൺട്രോൾ പിടിച്ചു, ബാക്ക് സ്പേസ് പിടിച്ചു, എന്തായി? റെഡാണ് വന്നത്. എനിക്ക് ബ്ലാക്കാണ് കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ട് പിടിച്ചു, ബാക്ക് സ്പേസ് അടിച്ചു. അതേപോലെ നമുക്ക് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാം. ഈ ആരോ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ബാക്ക്ഗ്രൗണ്ട് കളറും ഫോർഗ്രൗണ്ട് കളറും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പിന്നെ എനിക്ക് ഡിഫാൾട്ട് കളർ ഏതെങ്കിലും കളറിൽ മിക്സ് ആയി കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഗ്രീൻ കളർ കൊടുത്തു ഞാൻ, അല്ലേ? റെഡ് ഗ്രീൻ ആയി. നമുക്ക് ഡിഫാൾട്ട് കളർ പറയുന്നത് ബ്ലാക്കും വൈറ്റും ആണ്. അതിലേക്ക് തന്നെ വേറെ പറഞ്ഞാൽ കീബോർഡിൽ D എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കും വൈറ്റും ഡിഫാൾട്ട് കളറിലേക്ക് തന്നെ വരും. ഓക്കെ, ഇനി ഞാൻ ഈ ബ്ലാക്ക് കളറിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യണം. ഞാൻ ഈഫൽ ടവറിലിട്ട് ഡ്രാഗ് ചെയ്ത പോലെ മൂവ് ടൂൾ എടുത്തിട്ട് നേരെ ഇതിന് ക്ലിക്ക് ചെയ്യണു, ഇതിനെ ഡ്രാഗ് ചെയ്തിട്ടു. ഇപ്പോൾ ഇതിൻ്റെ ലെയർ പാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ട, പഴയ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ലെയർ വേണമെന്ന് പുതിയ ലെയർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ബ്ലാക്കിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിതിൽ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞായി. ഇനി ഇതിനെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു വിൻഡോ വരും. അതായത് വർക്ക് സേവ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സേവ് ചെയ്താൽ മതി.
നമുക്കിതിൽ ഡ്രാഗ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്തത്, ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നോ കൊടുത്തു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ സേവ് ചെയ്യണമെന്ന് കാണിക്കും. നോ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകും. ഓക്കെ, ഞാൻ ഇതിനെ മാക്സിമൈസ് ചെയ്തു. എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മോഡിൽ വർക്ക് ചെയ്യരുത്. എല്ലാ വർക്കൊക്കെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ സ്ക്രീൻ മോഡിൽ തന്നെ നോക്കുക മാക്സിമം. അതേപോലെ ഫിറ്റ് സ്ക്രീന് കൊടുക്കുക. കൺട്രോൾ 0 അടിച്ചു കഴിഞ്ഞാൽ ഫിറ്റ് സ്ക്രീൻ ആയിരിക്കും. നമ്മൾ കാണുന്ന വിൻഡോ ഫിറ്റായിട്ട് കാണും. കൺട്രോൾ പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ സൂം ആയിരിക്കും. കണ്ട, അടുത്തടുത്തായിട്ട് വരും. കൺട്രോള് പിടിച്ചിട്ട് മൈനസ് അടിച്ചു കഴിഞ്ഞാൽ സൂം ഔട്ട് ആവും. ഓക്കെ, കൺട്രോൾ 0, വീണ്ടും ഞാൻ കൺട്രോൾ 0 അടിച്ചു. ഇതായി ഫിറ്റ് സ്ക്രീൻ. എന്താണോ ഡോക്യുമെന്റ് അത് ഫിറ്റായിട്ട് സ്ക്രീനിൽ വരും. ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്യാണ്. മൂവ് ചെയ്ത് ഇതിനെ കോർണറിൽ കൊണ്ടുവച്ചു. കോർണറിൽ കൊണ്ടുവച്ച ശേഷം ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഇതിനെ പതുക്കെ മൂവ് ചെയ്ത് താഴോട്ട് വെച്ചു. ഇപ്പം എന്തായി, ഒരു വൈറ്റ് ബോക്സും കൂടി, ബ്ലാക്ക് ബോക്സും കൂടി വന്നു. ലെയർ പാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കണ്ട, ലെയർ 1 എന്നുള്ളത് ഈ ലെയറാണ്. ലെയർ 1 കോപ്പി എന്നുള്ളതാണ് പുതിയ ബോക്സ്. ലെയർ 1നെ ഇപ്പം ഞാൻ ഈ ബോക്സിനെ സെലക്ട് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെയറിൽ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഏതാ മൂവ് ആകുന്നത്? ആ ബോക്സ് മാത്രമേ മൂവ് ആകുന്നുള്ളൂ. എനിക്ക് ഈ ബോക്സിനെ മൂവ് ആക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ പാനലിൽ പോയിട്ട് ഈ താഴെ ലെയർ 1നെ സെലക്ട് ചെയ്താലേ അത് മൂവ് ആകുള്ളൂ. ഓക്കെ, ഇപ്പോൾ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെലക്ഷൻ പോകും, ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെലക്ഷൻ പോകും. അപ്പോൾ സെലക്ഷൻ മിസ്സാവാതിരിക്കാൻ കൺട്രോൾ പ്രസ് ചെയ്ത ശേഷം ആ ലെയറും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾറെഡി ഉള്ള ലെയറിൻ്റെ സെലക്ഷൻ പോവില്ല, പുതിയ ലെയറിൻ്റെ സെലക്ഷൻ ആഡ് ആവുകയും ചെയ്യും. ഇപ്പോൾ രണ്ടും ഒരുമിച്ച് സെലക്ട് ആയി. ഇനി ഞാൻ ആൾട്ട് പിടിച്ചിട്ട് പതുക്കെ റൈറ്റ് സൈഡ് നീക്കുന്നു. അപ്പോൾ എന്തായി, 2 4 വീണ്ടും നീക്കുന്നു, 6 വീണ്ടും നീക്കുന്നു, 8 ആ 8 കെട്ടിന്ന് കൊടുക്കാനുള്ള റീസൺ അതാണ്. കാരണം ഒന്നിക്കൊന്നിൻ്റെ ഇങ്ങനെ റോല് കറക്റ്റായി വെച്ചപ്പോൾ കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യണം? നമുക്ക് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത 8 ബ്ലാക്ക് ബോക്സും ഒരുമിച്ച് സെലക്ട് ചെയ്യണം. മുന്നേ പറഞ്ഞ പോലെ ഇതിനെ സ്ക്രോൾ ചെയ്തിട്ട് താഴെ 1 by 1 ആയിട്ട് കൺട്രോൾ പിടിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് സ്ക്രോൾ നീക്കി ക്ലിക്ക് ചെയ്ത് ഓക്കെ, 8 ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നീക്കാൻ പറ്റും. ഇതേപോലെ 100 ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ തന്നെ നമുക്ക് സമയം പോകും. അപ്പോൾ അതിന് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട് ഇതിന്. ഫോട്ടോഷോപ്പിൽ ഞാൻ ലെയർ 1ൽ തന്നെ കൺട്രോൾ പിടിക്കാതെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തായി, ബാക്കിയുള്ള സെലക്ഷനൊക്കെ ഒഴിവായി. ലെയർ 1നെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഈ സ്ക്രോൾ വീല് സെലക്ട് ചെയ്ത് നേരെ മുകളിൽ പോവുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താവും, അതിന് ഇടയ്ക്ക് എത്ര ലെയർ ഉണ്ടോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആ സെലക്ഷനിൽ ഉൾപ്പെടും. ഇപ്പം ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് പോവാം. ഓക്കെ, ഇനി ഞാൻ ആൾട്ട് പിടിച്ചിട്ട് പതുക്കെ താഴോട്ട് നീക്കുന്നു, വീണ്ടും താഴോട്ട് നീക്കുന്നു, വീണ്ടും താഴോട്ട് നീക്കുന്നു. ഇപ്പം എന്തായി, ചെസ് ബോർഡ് ഫിനിഷായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ 2-3 കാര്യത്തിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ലെയർ 1 വീണ്ടും ഞാൻ സെലക്ട് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്തു, ഏറ്റവും ടോപ്പിൽ പോയി ഷിഫ്റ്റ് പിടിച്ചിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാ ബ്ലാക്കും സെലക്ട് ആയി. ഇതിനെല്ലാം കൂടി മെർജ് ചെയ്യുക. മെർജ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ജോയിൻ്റ് ചെയ്യുക. കൺട്രോൾ E അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒറ്റ ലെയറിൽ വരും. കണ്ടില്ലേ? അപ്പോൾ ആ ലെയറിൽ മൊത്തം എല്ലാ ലെയറും ആ ബ്ലാക്ക് എല്ലാം ഒറ്റ ലെയറിലാണ് ഉണ്ടാവുക. കൺട്രോൾ E മെർജ് എന്ന് പറയും. ഓക്കെ, പക്ഷെ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് പഴയ പോലെ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റില്ല. മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ ബാക്കിൽ തന്നെ പോകാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിൽ തന്നെ വരണമെങ്കിൽ എന്ത് ചെയ്യുക, കൺട്രോൾ സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ വരും. ഒന്നുകൂടി ബാക്കിൽ വരാൻ പറയാം, കൺട്രോളും പിടിക്കുക, ആൾട്ടും പിടിക്കുക, സെറ്റ് അടിക്കുക. അപ്പോൾ പഴയ അതേ പൊസിഷനിൽ വന്നു. ഓക്കെ, കൺട്രോൾ ആൾട്ട് സെറ്റ് നമുക്ക് ഏകദേശം 21 തവണ നമുക്ക് ബാക്ക് പോകും. അത് കഴിഞ്ഞാൽ പോയി. 21 തവണ നമുക്ക് സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ പോയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. മിനിമം ബേസിക് ആയിട്ട് ഫോട്ടോഷോപ്പ് 21 സ്റ്റെപ്പ് നമുക്ക് കൈ തരും ബാക്ക് വരാൻ. ഇപ്പോൾ എനിക്കിപ്പോൾ മെർജ് ചെയ്തിട്ടാണ് ചെയ്ത്, കൺട്രോൾ E അടിച്ച് മെർജ് ചെയ്ത് എനിക്ക് എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആവും വേണം. പക്ഷേ എൻ്റെ ഒരു ആവശ്യത്തിന് സെപ്പറേറ്റ് ഓരോ ബോക്സ് ആയിട്ട് സെലക്ട് ചെയ്യുകയും വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ എല്ലാം സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പിടിച്ച് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ G അടിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായി.
ഇപ്പം കണ്ട കാണുന്ന ഒരു ഗ്രൂപ്പ് ഫോൾഡർ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ചെറുതായിട്ട് ഒരു ആരോ കാണിക്കുന്നുണ്ട്. ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ഗ്രൂപ്പിനെ ഇപ്പം ആ ബ്ലൂ കാണുന്നത് ഗ്രൂപ്പിലാണ് അല്ലേ. ഇപ്പോൾ ആ ബ്ലൂ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഗ്രൂപ്പിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ മൂവ് ചെയ്താൽ എല്ലാം ഒരുമിച്ച് മൂവ് ആവും അല്ലേ. ഞാൻ F7 ലെയർ എടുത്തു. അപ്പോൾ ഈ ഗ്രൂപ്പിനെ ടിക്ക് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ബോക്സിനെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ എന്തായി, ആ ബ്ലൂ സെലക്ഷൻ ആ ഗ്രൂപ്പിലല്ല വന്നത്, ആ ബോക്സിലാണ് വന്നത്. ഇനി ഞാൻ മൂവ് ചെയ്യുമ്പോൾ ആ ബോക്സിനെ മാത്രം മൂവ് ആക്കാം. ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണ്, പക്ഷെ നമുക്ക് ആ ബോക്സിന് ഇൻഡിവിജ്വൽ ബോക്സിനെ സെലക്ട് ചെയ്യാം. മെർജ് ചെയ്യുമ്പോൾ അത് നടക്കില്ല. മെർജ് ചെയ്താൽ മൊത്തത്തിൽ എല്ലാം കൂടി ഒരു മെർജായി, പിന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യാം, ഇൻഡിവിജ്വലായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിന് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഫയലിൽ പോയിട്ട് ഇവിടെ സേവ് എന്ന് കാണുന്നുണ്ടല്ലോ, ഷോർട്ട് കട്ട് Ctrl+S. ഫയലിൽ പോകണു, സോറി കീബോർഡിൽ കൺട്രോൾ ഹോൾഡ് ചെയ്യണു, എസ് അടിച്ചു. അപ്പോൾ എന്താ സേവ് ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻ കാണിക്കുകയാണ്. നമുക്ക് ഡെസ്ക്ടോപ്പിലാണോ മറ്റേ ഡ്രൈവിനകത്താണോ ഇതാണ്ട് ദിസ് PC എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് D ഡ്രൈവ് ആണോ E ഡ്രൈവ് ആണോ അത് ഏതാ നിങ്ങളുടെ ഫോൾഡർ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ ഇതിനപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഡെസ്ക്ടോപ്പിനെ സെലക്ട് ചെയ്തിട്ട് അൺടൈറ്റിൽ വേണമെന്ന് ഇപ്പോൾ കാണുന്നത് കണ്ടില്ലേ, ഫസ്റ്റ് ഫയൽ നെയിം കാണിച്ചില്ലേ, അൺടൈറ്റിൽ വേണമെന്നാണ് കാണുന്നത്. ഞാൻ അതിനെ വേണമെങ്കിൽ ഇപ്പോൾ റീനെയിം ചെയ്യാം. അതിന് മാത്രം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ചെസ് ബോർഡ് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഇത് ഫയൽ നെയിം താഴെ ഫോർമാറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. ഇതിപ്പോൾ ഫോട്ടോഷോപ്പ് എന്നാണ് എപ്പോഴും ഡിഫാൾട്ടായിട്ട് ഫോട്ടോഷോപ്പിൽ തന്നെ കണക്കുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിറയെ ഫോർമാറ്റ് ഉണ്ട് ഇതിൽ. നമുക്ക് വീണ്ടും നാളെ വന്നിട്ട് വീണ്ടും ഈ ഫോട്ടോഷോപ്പിൽ ആ ഫയലൊക്കെ നമുക്ക് കാണണം, ആ ലെയർ അതേപോലെ ഉണ്ടാവണം പറഞ്ഞാൽ എപ്പോഴും ഫോട്ടോഷോപ്പിൽ തന്നെ സേവ് ചെയ്യണം. അതുപോലെ തന്നെ താഴെ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്, ഈ ടിക്ക് കണ്ട, ആ ടിക്ക് എപ്പോഴും ഓൺ ആയിരിക്കണം. ടിക്ക് ഓഫ് ആണെങ്കിൽ നമുക്ക് ലെയറൊക്കെ പോയിട്ടുണ്ടാവും. ടിക്ക് എപ്പോഴും ഓൺ ആയാലേ നമുക്ക് ലെയറായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അത് നമ്മൾ ഓഫാക്കിയാലേ ഓഫ് ആവുള്ളൂ, അല്ലാതെ ഓഫായി കിടക്കില്ല. നമ്മൾ കരുതി കൂട്ടി ഓഫാക്കിയാലേ ഓഫ് ആവുള്ളൂ. അപ്പോൾ ലെയർ ടിക്ക് ഓൺ ആയിരിക്കുന്നത് കൺഫേം ആക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ തന്നെ അവിടെ സേവ് കൊടുത്തു. സേവ് കൊടുക്കുമ്പോൾ അതങ്ങനെയായിരിക്കും വരിക. ഫോട്ടോഷോപ്പിന് ഒരു അഡീഷണൽ ഒരു വിൻഡോ കൂടി വരും, അതും കൂടി ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തപ്പോൾ എന്തായി, സേവായി. ഞാൻ ഇനി ഇത് ക്ലോസ് ചെയ്തു, ഫോട്ടോഷോപ്പ് ക്ലോസ് ചെയ്തു, കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്തു, വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് വീണ്ടും നോക്കുമ്പോൾ എന്താവും, നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഞാൻ ഫയൽ സേവ് ചെയ്തിരിക്കുന്ന ഡെസ്ക്ടോപ്പ് ആയതുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ തന്നെ ഉണ്ട്. ഞാൻ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ചെസ് ബോർഡ് എങ്ങനെയാണോ അതേപോലെ തന്നെ ലെയറായിട്ടും ഗ്രൂപ്പായിട്ടും എങ്ങനെയാണോ ഞാൻ ലാസ്റ്റ് സേവ് ചെയ്ത് അതേപോലെ തന്നെ ഉണ്ടാവും. ഇത് എഡിറ്റബിൾ ഫയലാണ്. ഇത് നാളെ ഒരു കസ്റ്റമർക്ക് നീ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റില്ല, മൊബൈലിലൊന്നും കാണാൻ പറ്റില്ല. കാരണം അവർക്ക് ഫോട്ടോഷോപ്പ് വേണം, അവർക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമാണ്, അവർക്ക് എഡിറ്റ് ചെയ്യണ്ട. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പ് അയച്ചു കൊടുക്കുക. കാണണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രിവ്യൂവിനായിട്ട് കാണണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഫയലിൽ പോവുക, സേവ് അസ് കൊടുക്കുക. വീണ്ടും സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ തന്നെ സേവ് ആവും. സേവ് ആസ് അതിലാണ് പുതിയ ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ വേണ്ടി. അതിന് ഷോർട്ട് കട്ട് Ctrl+Shift+S. അപ്പോൾ വീണ്ടും ഇതേപോലെ ചോദിക്കും. ഇനി Ctrl+S അടിച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ തന്നെ അപ്ഡേറ്റ് ആവുകയുള്ളൂ, ചോദിക്കൊന്നുമില്ല. ഇനി പുതുതായിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് സേവ് ആസ് കൊടുത്തു. അതേപോലെ ഡെസ്ക്ടോപ്പിൽ അവിടെ സെലക്ട് ചെയ്തു. ഞാൻ ഫോട്ടോഷോപ്പിനെ മാറ്റിയിട്ട് JPEG പറഞ്ഞ ഫോർമാറ്റ് ഉണ്ട് കേട്ടോ. അതാണ് സാധാരണ നമ്മൾ മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്താൽ കണ്ട ഇമേജ് ഫോർമാറ്റ് JPEG ആണ്. അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഒന്നും മാറ്റണ്ട. സേവ് കൊടുത്തു. സേവ് കൊടുത്താൽ JPEG-യിൽ ഇതങ്ങനെയായിരിക്കും കാണിക്കുക. ഫോട്ടോഷോപ്പിലെ ഒരു ഫോർമാറ്റ് ആയിരിക്കും, JPEG-യിൽ ഇങ്ങനെ ക്വാളിറ്റി ഇതൊക്കെ ചോദിക്കും. അതൊക്കെ 12 ബാക്കി അതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കണ്ട JPEG മൊത്തത്തിൽ കാണുമ്പോൾ സാധാരണ ഫോട്ടോ പോലെ തന്നെ കാണുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോയിൽ എങ്ങനെ ഓപ്പൺ ചെയ്യണോ അതേപോലെ ഇമേജ് ആയിട്ട് ഇത് മൊബൈലിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണും. ഞാനിപ്പോൾ ചെസ് ബോർഡിൻ്റെ രീതിയിലാണ് കാണിച്ചത്. ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുകയാണെങ്കിലും JPEG ആയിട്ട് അയച്ചു കൊടുത്താലേ മൊബൈലിലൊക്കെ കാണുള്ളൂ.